തലശ്ശേരിയിലെ വിശ്വാസികൾക്ക് പോലും അനഭിമതനായ മാർ പാമ്പ്ലാനിയുടെ ഉൽപ്പന്നമായ ഇന്നത്തെ സമവായ കുർബാന അമ്പയെ പരാജയമാണ്. വിശുദ്ധ കുർബാനയുടെ അവഹേളന പരമ്പരകൾ നിത്യേന ഇടവകകളിൽ അരങ്ങേറുന്നത് ദുഃഖകരവുമാണ്. അതിന് ഈ മാർ പാമ്പ്ലാനി കുടപിടിച്ചു കൊടുക്കുകയാണ്. സ്വന്തം വൈദികരാൽ തയ്യാറാക്കപ്പെട്ട എറണാകുളം അങ്കമാലിയിലെ ബലിപീഠത്തിലെ ആ ഇല്ലിസിറ്റ് കുർബാന അത് നിരന്തരം സ്വന്തം പുരോഹിതർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പാമ്പ്ലാനിയുടെ സ്വന്തം പുരോഹിതരാൽ ക്രിസ്തു നിരന്തരം മുറിവേൽക്കപ്പെടുന്ന അവസ്ഥയാണ്. ഇതിന് കാരണക്കാരൻ മെത്രാൻ മാർ പാമ്പ്ലാനി മാത്രമാണ്. അവിടെ പാമ്പ്ലാനി അർപ്പിച്ച കുർബാന കൊണ്ട് ആര് എന്ത് നേടി, ആർക്ക് എന്ത് ശമനമുണ്ടായി എന്ന് വിശ്വാസികൾ ചിന്തിക്കണം. സമവായം നടന്നെടുത്ത് മുഴുവൻ ഏകീകൃത വിശുദ്ധ കുർബാന ആകേണ്ട സമയം ഇതിനകം അതിക്രമിച്ചു കഴിഞ്ഞു. സമവായം എന്നാൽ തുല്യനീതി എന്നാണെന്നാണ് വിശ്വാസികൾ മനസ്സിലാക്കുന്നത്. മാർ പാമ്പ്ലാനി കൊണ്ടുവന്ന സമവായത്തിൽ ഒരല്പം പോലും നീതി ഉണ്ടായിരുന്നില്ല. ലവലേശം നീതി തൊട്ടു തീണ്ടാത്ത സമവായ കുർബാന ഫോർമുല. തുടക്കത്തിൽ ഇത് വിമത കത്തനാന്മാർ കയറിയങ്ങ് അട്ടിമറിച്ചു. മുഴുവൻ പള്ളികളിലും ഏകീകൃത കുർബാന എത്രയും വേഗം കൊണ്ടുവരേണ്ടത് ഇപ്പോൾ ഇനി മുതൽ പാമ്പ്ലാനിയുടെ ഉത്തരവാദിത്വം മാത്രമേ മാറിയിരിക്കുന്നു. ജനുവരിയിൽ വത്തിക്കാന് സമാധാനം പറയേണ്ട ഉത്തരവാദിത്വവും പാമ്പ്ലാനിക്ക് തന്നെയാണ്. ഇല്ലിസിറ്റ് കുർബാന അർപ്പിക്കുന്നത് ഇങ്ങനെ കാണിക്കുന്നത് വ്യഭിചാരം നടത്തുന്നതിനും അത് കണ്ട് ആനന്ദിക്കുന്നതിനും തുല്യമാണെന്ന് മെത്രാനായ പാമ്പ്ലാനിക്ക് അറിവില്ലാത്തത് കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ? ജനാഭിമുഖമായാലും ഞങ്ങളുടെ വിമത കത്തനാർക്ക് ഉരുവിടുന്നത് കർത്താവിൻ്റെ സങ്കീർത്തനങ്ങൾ തന്നെയായിരിക്കും. കാരണം അവർ പട്ടം നേടിയ പുരോഹിതരാണ്, പഠിച്ചവരാണ്. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനെ സ്തുതിക്കുന്നതിന് മുമ്പ് കത്തനാന്മാർക്ക് വേണ്ടത് തീർച്ചയായും അനുസരണമാണ്. അതില്ലാതെ ഇനി എന്ത് മന്ത്രം ചൊല്ലിയാലും എന്ത് വേദവാചകം പറഞ്ഞാലും അത് കർത്താവിൻ്റെ കഥകളിലോ വിശ്വാസികളുടെ കഥകളിലോ എത്തില്ല. ബധിരൻ്റെ അധര വ്യായാമം പോലെയാകും. ഇലിസിറ്റ് കുർബാന അർപ്പിക്കുന്ന പുരോഹിതർക്കും അത് അനുവദിച്ച മെത്രാന്മാർക്കും അതിൽ പങ്കെടുക്കുന്ന വിശ്വാസികൾക്കും വലിയ സഹനം ഉണ്ടാകുമെന്ന് തോന്നലുണ്ട്. വ്യഭിചാരിക്ക് എല്ലാ അപ്പവും മധുരിക്കുന്നു, മരണം വരെ അവൻ പിന്മാറുകയില്ല എന്നാണ് ബൈബിൾ പോലും പറയുന്നത്. അതിരൂപതയിൽ ഏകീകൃത കുർബാനയ്ക്കായി വിശ്വാസികൾ മരുഭൂമിയിൽ വേഴാമ്പൽ കാത്തിരിക്കുന്നത് പോലെ കാത്തിരിക്കുകയാണ്. ക്രിസ്തുമസ് അടുക്കുകയാണ്. അവർക്ക് ആത്മീയ ഭക്ഷണം നൽകേണ്ടത് സഭാ നേതൃത്വം തന്നെയാണ്, വിമതരല്ല. അതിനാണ് മെത്രാന്മാരെയും വൈദികരെയും വത്തിക്കാൻ നിയോഗിച്ചിരിക്കുന്നത്. വിശ്വാസികളുടെ അഭിമാനവും താല്പര്യങ്ങളും ചര്യകളുമെല്ലാം സംരക്ഷിക്കാൻ സാധിച്ചതിന് പിന്നെ സഭാ നേതൃത്വം എന്തിനാണ് ഇങ്ങനെ തുടരുന്നത് എന്നാണ് തുടരെ ഓരോ പള്ളികളിലും വിശ്വാസികൾ ചോദിക്കുന്ന ചോദ്യം. അതിനൊന്നും സഭാ നേതൃത്വത്തിന് ഒരു ഉത്തരവുമില്ല. തലശ്ശേരിയിൽ നിന്നും കെട്ടിയെഴുന്നള്ളിച്ചു കൊണ്ടുവന്ന മാർ പാമ്പ്ലാനി എന്തായാലും അങ്കമാലി കൊച്ചി അതിരൂപതയ്ക്ക് ഒരു തീരാ ശാപമായി മാറിയിരിക്കുന്നു. തട്ടത്തിൽ പിതാവും ഒപ്പം അഗ്രഗണ്യൻ രണ്ടുപേരും കൂടി ചേരുമ്പോൾ എല്ലാം ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായി മാറുന്നു. മാർ പാമ്പ്ലാനി എന്താണോ തീരുമാനിച്ച് എറണാകുളം അതിരൂപതയിലേക്ക് വന്നത് അതിൽ അദ്ദേഹം ഏതാണ്ടൊക്കെ വിജയം നേടിയിരിക്കുന്നത്. പക്ഷേ ജനാഭിമുഖ കുർബാന നടപ്പാക്കാൻ മാത്രം പാമ്പ്ലാനിക്ക് സാധിച്ചില്ല. അവിടെയാണ് വിമതന്മാർ പാമ്പ്ലാനിക്കെതിരെ തിരിഞ്ഞത്. പക്ഷേ പൂർണ്ണമായും പാമ്പ്ലാനിക്കെതിരെ തിരിഞ്ഞെന്ന് പറയാൻ പറ്റില്ല. പാമ്പ്ലാനിയുടെ ഈ സമവായ ഏകീകൃത കുർബാന, പാമ്പ്ലാനിയുടെ സമവായ ഫോർമുല 50-50, അതൊക്കെ അതിൻ്റെയൊക്കെ വാലിഡിറ്റി, കാലാവധി, ടൈം പീരീഡ് കഴിഞ്ഞിട്ട് എത്രയോ കാലമായി. ഇപ്പോൾ ജനാഭിമുഖ കുർബാന എന്ന പേരിൽ ചില പേക്കൂത്തുകൾ കാട്ടിക്കൂട്ടി വയ്ക്കാനാണ് വിമതർ പാമ്പ്ലാനിയിലൂടെ ലക്ഷ്യമിടുന്നത്. പാമ്പ്ലാനിയാകട്ടെ തലശ്ശേരിയിലെ വിശ്വാസികൾക്കും വേണ്ട, കൊച്ചിയിലെ വിശ്വാസികൾക്കും വേണ്ട, തെക്കൻ വിശ്വാസികൾക്കും വേണ്ട. കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും ഏത് കോണിൽ ചെന്നാലും മാർ പാമ്പ്ലാനി എന്ന് കേട്ടാൽ കുർബാനയ്ക്ക് വരുന്നവർ തല താഴ്ത്തിയിരിക്കുന്നൊരവസ്ഥ. ആ അവസ്ഥ രൂക്ഷമാകാതിരിക്കണമെങ്കിൽ ഇതേ പാമ്പ്ലാനി തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നമ്മുടെ എല്ലാ പള്ളികളിലും സമവായത്തിനപ്പുറമുള്ള ഏകീകൃത കുർബാന അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ, യഥാർത്ഥ വിശുദ്ധിയോടെ, യഥാർത്ഥ അർപ്പണബോധത്തോടെ, യഥാർത്ഥ അർപ്പണ രീതിയോടെ അർപ്പിക്കാൻ മുൻകൈ എടുക്കണമെന്ന് മാത്രമാണ് വിശ്വാസികൾക്ക് മാർ പാമ്പ്ലാനിയോട് പറയാനുള്ളത്.